This is limited edition. Hello and welcome to the latest episode of Limited Edition podcast. Today we have with us our guest, Mr. V. Muralidharan. He is the National Democratic Alliance candidate from Kazhakoottam Assembly constituency. He was formerly Union Minister of State for External Affairs, Parliamentary Affairs. He started off as the organizing secretary of ABVP in Kerala at a young age of 25. 11 years later, he was elected General Secretary of ABVP at the national level. Thereafter, he has held a number of organizational responsibilities. He also had a stint as the state president of the BJP. Welcome, sir. Thank you. എനിക്ക് പ്രത്യേകം ഒരു നന്ദി പറയേണ്ടത് ഈ സമയത്ത് ഈ ഇലക്ഷൻ്റെ ചൂടിൽ അങ്ങ് കുറച്ച് സമയം ഞങ്ങളോടൊത്ത് ചെലവഴിക്കാൻ വന്നു. പക്ഷെ അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ എന്താണെന്നറിയോ? യു ആർ സുപ്രീംലി കോൺഫിഡൻറ്റ് ഓഫ് യുവർ ഇലക്ട്രൽ ഔട്ട്കം. അല്ല, ഈ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഈ മണ്ഡലത്തിലെ ജനങ്ങളെ എനിക്കറിയാം, മണ്ഡലത്തിലെ ജനങ്ങൾക്ക് എന്നെ അറിയാം. 2016 ഞാനിവിടെ മത്സരിച്ചു. അന്ന് BJPയുടെ വോട്ട് ഷെയർ 10,000-ൽ താഴെയായിരുന്നു ഞാൻ മത്സരിക്കുന്നതിന് മുൻപ്. അത് ഏതാണ്ട് 43,000-ൻ്റെ അടുത്തെത്തി. അന്ന് ഞാൻ ഏതാണ്ട് ഒരു 7,000 വോട്ടിനാണ് പരാജയപ്പെട്ടത്. അതിനുശേഷം 10 വർഷക്കാലത്തിനിടയിൽ ഞാൻ ഈ മണ്ഡലത്തിൽ തന്നെ ജീവിക്കുന്നു, ഇവിടെ തന്നെ ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്നു. 6 വർഷക്കാലം MPയും അതിൽ 5 വർഷക്കാലം മന്ത്രിയായും ഇരുന്ന കാലഘട്ടത്തിൽ ഞാനിവിടെ തന്നെ ജീവിച്ചു. എന്നെ ഏൽപ്പിച്ച മന്ത്രിസഭയിലെ ഉത്തരവാദിത്തം കാര്യക്ഷമമായിട്ടും സത്യസന്ധമായിട്ടും ആത്മാർത്ഥമായിട്ടും ഞാൻ നിർവഹിച്ചു. അത് ജനങ്ങൾക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് ഈ മണ്ഡലത്തിലെ ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഇലക്ട്രൽ അരിത്മാറ്റിക് നോക്കുകയാണെങ്കിൽ 2016 അങ്ങ് പരാജയപ്പെട്ടെങ്കിലും അന്ന് കിട്ടിയ അത്രയും തന്നെ പെർസെൻറ്റേജ് ഓഫ് വോട്ട്സ് 2021 BJP ക്യാൻഡിഡേറ്റിന് കരസ്ഥമാക്കാൻ പറ്റിയില്ല. പക്ഷേ 2024 ലോക്സഭ ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് ദി ഹ്യൂജ് മാർജിൻ അല്ലേ, അത് സംതിങ് ലൈക്ക് ഡോക്ടർ ശശി തരൂരിനേക്കാളും 10% വോട്ട്സ് കൂടുതൽ. 31% Rajiv Chandrasekhar, 31% Shashi Tharoor. Is that the basis for your confidence now? അല്ല, അത് മാത്രമല്ല, ഒന്നത് ഈ നമ്മുടെ കോർപ്പറേഷൻ ഇലക്ഷനിൽ BJPക്ക് ഉണ്ടായിട്ടുള്ള ലീഡ്. പിന്നെ കോൺഫിഡൻസിൻ്റെ കാരണം ഞാൻ ജനങ്ങളുമായിട്ട് എല്ലാ ദിവസവും ഇൻറ്ററാക്ട് ചെയ്യാണ്. അപ്പോൾ എനിക്ക് കിട്ടുന്നത് റെസ്പോൺസ്, ആ റെസ്പോൺസ് വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ്. തലശ്ശേരിയിൽ എരഞ്ഞോളിയിൽ ജനനം, കുറച്ചു കാലം കോഴിക്കോട്, 83 ഇവിടെ വന്നു അല്ലേ? അതെ. പക്ഷേ ഈ തലശ്ശേരിയിലെ രാഷ്ട്രീയം നമ്മളൊക്കെ കേട്ടിട്ടുള്ളത് പൊളിറ്റിക്സ് ഓഫ് മർഡർ. അങ്ങനെയുള്ള കാലത്ത് എങ്ങനെയായിരുന്നു അത്രയും സംഘർഷഭരിതമായ കാലത്ത് ഈ പൊളിറ്റിക്സ് കൊണ്ടു നടക്കാൻ പറ്റുന്നത്? അല്ല, അതിൻ്റെ ഒരു കാരണം നമ്മുടെ കൺവിക്ഷനാണ്. കാരണം ഞാൻ ഒരിക്കലും ഒരു ഓർഗനൈസേഷൻ ചൂസ് ചെയ്യുന്നത് അതങ്ങനെ ഒരു ചൂസ് ചെയ്തതല്ല. എന്ന് പറഞ്ഞാൽ ഞാൻ ABVPയിൽ ജോയിൻ ചെയ്യാൻ തീരുമാനിക്കുന്നു എല്ലാ കാര്യങ്ങളും ആലോചിച്ചിട്ട്, അങ്ങനെയല്ല. ഐ വാസ് അട്രാക്റ്റഡ് ടു ABVP. കാരണം ABVPയുടെ ഒരു നാഷണലിസ്റ്റിക് തോട്ട് ഒന്ന്. രണ്ടാമത്, ആ പീരീഡിൽ നാഷണൽ ലെവലിലുണ്ടായിരുന്ന സിനാറിയോ 1971 വാറിന് ശേഷം ഇന്ദിരാഗാന്ധിയുടെ വലിയ സുപ്രമസി. എനിക്കത് ചോദിക്കാൻ കാര്യം എന്ന് വെച്ചാൽ അന്നുള്ളത് ലെഫ്റ്റ് മൂവ്മെൻറ്റിൻ്റെ, കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ ഈറ്റില്ലം അത് വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. പിന്നെ ഫ്രീഡം മൂവ്മെൻറ്റുമായിട്ട് വന്നിട്ടുള്ളൊരു ലെഗസി. ആ സമയത്താണ് അങ്ങ് ഈ ഒരു ഡിഫറെൻ്റ് ഐഡിയോളജിയിലോട്ട് അട്രാക്റ്റ് ആകുന്നത്. അതുകൊണ്ടാണ് ഞാനത് ചോദിച്ചത്. അല്ല, ആ പീരീഡിൽ തന്നെ വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. ഒരു നക്സൽ മൂവ്മെൻറ്റിൻ്റെ ഉദയം ആ പീരീഡിലായിരുന്നു. എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPMൻ്റെ നയപരമായിട്ടുള്ള പല കാര്യങ്ങളിലുമുള്ള വ്യതിചലനം,
അതിനെതിരായിട്ട് CPM-നകത്ത് തന്നെ ധാരാളം ആളുകൾ അതിനെതിരായിട്ട് കലഹിക്കുകയും അവരാണ് നക്സൽ മൂവ്മെൻറ്റിലേക്ക് പോയത്. തലശ്ശേരി ബ്രണ്ണൻ കോളേജിലും അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ഒരു പ്രോ നക്സൽ ഗ്രൂപ്പ്. ഞാൻ നേരത്തെ ചോദിച്ചാൽ ഈ പൊളിറ്റിക്സ് ഓഫ് വയലൻസ് ഇല്ലേ, അതെങ്ങനെ ആ കാലത്ത് എങ്ങനെയാണ് നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർക്ക് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് തിരിച്ചുവല്ലോ എന്ന് യാതൊരു ഉറപ്പുമില്ലല്ലോ? വളരെ ബുദ്ധിമുട്ടുള്ള കാലഘട്ടമായിരുന്നു. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ ഫൈനൽ ഇയർ 1980-ലാണ് ഡിഗ്രി കഴിയുന്നത്. ആ അവസാനത്തെ വർഷം ഞാൻ അന്ന് ABVP-യുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ഫൈനൽ ഇയറിൻ്റെ അവസാനത്തെ 3-4 മാസം ഞാൻ സ്റ്റേറ്റ് ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു. ഞങ്ങളുടെ പ്രദേശം മാർക്സിസ്റ്റ് പാർട്ടിയുടെ വലിയ ശക്തി കേന്ദ്രമാണ്. അവിടെ മാർക്സിസ്റ്റ് പാർട്ടി അല്ലാത്ത ആരെയും വെച്ച് പൊറപ്പിക്കില്ല എന്നുള്ള സമീപനമായിരുന്നു. അതുകൊണ്ട് എവിടെയെങ്കിലും സംഘർഷമുണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ വളരെ കോഷ്യസ് ആയിട്ടാണ് മൂവ് ചെയ്തിരുന്നത്. എന്ന് പറഞ്ഞാൽ വളരെ കോഷ്യസ് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ രാവിലെ പോകുന്ന വഴിയിലൂടെ വൈകുന്നേരം തിരിച്ചു വരില്ല. കാരണം അങ്ങനെയൊക്കെ വന്നാലേ ജീവനോടെ എത്താൻ പറ്റുള്ളൂ എന്നുള്ള ഒരു സ്ഥിതി ഉണ്ടായി. ചില ദിവസങ്ങളിൽ തിരിച്ച് വീട്ടിലേക്കേ വരില്ല, ടൗണിൽ തന്നെ ഏതെങ്കിലും സുഹൃത്തിൻ്റെ വീട്ടിൽ താമസിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടം തലശ്ശേരിയിലുണ്ടായിരുന്നു. ഇത് ഓൾമോസ്റ്റ് നമ്മൾ കേൾക്കുന്ന ഇതിനൊരു ഒരു സമാന്തരമായിട്ട് അനാലജി എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ക്രിസ്ത്യൻ പല അവർ കൺവേർഷന് പോകുന്ന സ്ഥലത്ത് പണ്ടൊക്കെ ദേ ആർ റെഡി ടു ഡൈ ഫോർ ദറ്റ് കോസ്. ഓൾമോസ്റ്റ് ഒരു മിഷണറി സീൽ പോലെയാണ് ഇത് കാണുന്നത്. അതും ആ ഏജിൽ ദറ്റ് യു ആർ ഏബിൾ ടു പുട്ട് അപ്പ് വിത്ത് ദിസ് കൈൻഡ് ഓഫ് തിങ് അല്ലേ? അങ്ങനെയുള്ള ഒരു കാരണം തലശ്ശേരിയിലെ കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റിൽ നിന്ന് ഞാൻ ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതല്ലെങ്കിലും തലശ്ശേരിയിലെ RSSൻ്റെ വളർച്ച തലശ്ശേരിയിലെ കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റിൽ നിന്ന് വിട്ടുവന്ന ആൾക്കാരിൽ നിന്നാണ്, അങ്ങനെയുള്ള ആൾക്കാരിലൂടെയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം 75-77-ലെ എമർജൻസി. ആ എമർജൻസിക്കെതിരായിട്ട് അതുവരെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റാൻഡ് എടുത്തിരുന്ന CPM എമർജൻസിയിൽ വളരെ പൂച്ചക്കുട്ടികളായിപ്പോയി. അവരുടെ ഒരു തരത്തിലുള്ള റെസിസ്റ്റൻസും എഫക്റ്റീവായിട്ടുണ്ടായില്ല. അതേസമയം RSS വളരെ എഫക്റ്റീവായിട്ട് അതിനെ റെസിസ്റ്റ് ചെയ്തു. വലിയ സംഖ്യയിലൊന്നും RSS ഇല്ലായിരുന്നു ആ കാലത്ത്. പക്ഷേ 8-10 പേര് പരസ്യമായിട്ട് നടുറോഡിൽ ജനങ്ങളുടെ മുൻപാകെ ഭാരത് മാതാ കി ജയ് വിളിച്ച് സ്വേച്ഛാധിപത്യം തുലയട്ടെ എന്ന മുദ്രാവാക്യം വിളിച്ച് പോലീസിൻ്റെ അടി വാങ്ങുക, പോലീസിനെ തിരിച്ചടിക്കരുത് എന്നുള്ള നിർദ്ദേശത്തിലൂടെയാണ് സത്യാഗ്രഹമാണ് നടത്തിയത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മിണ്ടാതിരിക്കുകയും വളരെ ചെറിയൊരു ഫോഴ്സായിട്ടുള്ള RSS വലിയ റെസിസ്റ്റൻസ് ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിലും ആ ഉണ്ടാക്കിയ റെസിസ്റ്റൻസ് അതിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ കമ്മിറ്റ്മെൻറ്റിനെ കുറിച്ച് വലിയ ബഹുമാനം ഉണ്ടാക്കി. അങ്ങനെ വന്നപ്പോൾ എമർജൻസി കഴിഞ്ഞപ്പോൾ കണ്ണൂർ ജില്ലയിൽ CPM-ൽ നിന്ന് RSS-ലേക്ക്, സത്യം പറഞ്ഞാൽ അന്ന് ജനസംഘത്തിലേക്കോ അല്ലെങ്കിൽ ജനതാ പാർട്ടിയിലേക്കോ വരുന്നതിനേക്കാൾ കൂടുതൽ RSS-ലേക്ക് വലിയൊരു ഫ്ലോ ഉണ്ടാക്കി. അതുവരെ RSS-ൻ്റെ പ്രവർത്തനമില്ലാതിരുന്ന നിരവധി സ്ഥലങ്ങളിൽ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ RSS-ഉമായിട്ട് ചേർന്നു. അത് മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചോളം അംഗീകരിക്കാൻ പറ്റാത്ത അവരെയാണ് അറ്റാക്ക് ചെയ്തത്. അസഹിഷ്ണുതയായിരുന്നു. കൊല്ലപ്പെട്ട ആൾക്കാരിൽ RSS-ൽ നിന്ന് കൊല്ലപ്പെട്ട ആൾക്കാരിൽ ബഹുഭൂരിപക്ഷം മുൻ കമ്മ്യൂണിസ്റ്റുകാരാണ്. ലക്കിലി ഇന്നിപ്പം കുറേ വർഷങ്ങളായിട്ട് ഈ കലാപങ്ങളൊന്നും നമ്മളവിടെ കാണുന്നില്ല, രക്തച്ചൊരിച്ചിലില്ല, സമാധാനം പുലരുന്നു. വളരെ നല്ല കാര്യമാണല്ലോ അത്. എങ്ങനെയാണ് അത് സംഭവിച്ചത്? അല്ല, അതിൻ്റെ ഒരു മൾട്ടിപ്പിൾ എഫേർട്സ് ഉണ്ട്, മൾട്ടിപ്പിൾ റീസൺസ് എന്ന് വേണം പറയാം. ഈ സംഘർഷം ഈ രീതിയിൽ വളരെ രൂക്ഷമായിട്ട് തുടരുന്ന ഒരു ഘട്ടത്തിലാണ് ട്രേഡ് യൂണിയൻ മൂവ്മെൻറ്റിൽ നാഷണൽ ലെവൽ പ്രവർത്തിച്ചിരുന്ന 2 ലീഡേഴ്സ് എന്നുള്ള നിലയിൽ ദത്തോപന്ത് ഠേങ്ഡി BMS, രാമമൂർത്തി CIT. ഇവർ രണ്ടുപേരും ഡൽഹിയിൽ വെച്ച് അവർ തമ്മിൽ നാച്ചുറലി പാർലമെൻറ്റിലൊക്കെ കാണുന്ന ആൾക്കാരെന്നുള്ള നിലയിൽ അവർ തമ്മിൽ സംസാരിക്കാനൊക്കെ തുടങ്ങി. ഒരു ഡെമോക്രാറ്റിക് ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിൽ വിയോജിക്കാനുള്ള അവകാശം, ആ വിയോജിക്കുമ്പോൾ അത് ശാരീരികമായിട്ട് പോകാതിരിക്കാനും വിയോജിപ്പ് പ്രകടിപ്പിക്കാം, ആശയപരമായിട്ട് നേരിടാം, ആ ലെവലിൽ നിൽക്കുന്നതല്ലേ ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിയിൽ ഉണ്ടാകേണ്ടത് എന്നുള്ള ആശയം അവരുടെ ഇടയിൽ ഉണ്ടാവുകയും EMS-ൻ്റെ അനുവാദത്തോടുകൂടി
പിന്നീട് അതിൻ്റെ ഫർദർ ചില ചർച്ചകളൊക്കെ നടക്കുകയൊക്കെ ചെയ്തു. പ്രകൃതി വിഭവങ്ങൾ ഹാപ്പി രുചിക്കൂട്ടുകൾ ചേർത്ത് പരമ്പരാഗത രീതിയിൽ തയ്യാറാക്കിയ തനി നാടൻ ഹാപ്പി അച്ചാറുകൾ. കൃത്രിമ രുചിയോ നിറമോ ചേർക്കാതെ തികച്ചും പരിശുദ്ധം. മിക്സ്ഡ് വെജിറ്റബിൾ, ടെൻഡർ മാംഗോ, ജിഞ്ചർ, ഗാർലിക്, ഡേറ്റ്സ്, കട്ട് മാംഗോ, ലെമൺ എന്നീ രുചികളിൽ ഹാപ്പി പിക്കിൾസ്. ഹാപ്പി കീപ്സ് എവറിബഡി ഹാപ്പി. പക്ഷേ ആദ്യത്തെ എഫേർട്ട് സക്സസ്ഫുൾ ആയില്ല. പിന്നീട് വി ആർ കൃഷ്ണയ്യർ ഇനിഷ്യേറ്റീവ് എടുത്തു. വി ആർ കൃഷ്ണയ്യർ RSSൻ്റെ നേതാക്കന്മാരെയും കണ്ടു. അങ്ങനെ ഒരു യോഗത്തിൽ ഞാനും പങ്കെടുത്തിരുന്നു. അദ്ദേഹം പ്രത്യേകമായിട്ട് CPMൻ്റെ നേതാക്കന്മാരെയും കണ്ടു. അങ്ങനെ മുൻകൈ എടുത്തുകൊണ്ട് സംഘർഷം ലഘൂകരിക്കാൻ, പരസ്പരം ചില ധാരണകൾ ഉണ്ടാക്കാൻ. ധാരണ എന്ന് പറഞ്ഞാൽ മൈനർ ഇഷ്യൂസൊക്കെ വരുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള കാരണത്തെക്കുറിച്ച് അന്വേഷിക്കുകയും അതിന് ഇമ്മീഡിയറ്റ് റിറ്റാലിയേഷൻ എന്നുള്ള ഫിസിക്കൽ ഇതിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എഫർട്ട്. ഇത് 1. 2, മൂന്നാമതൊരു കാര്യം ഉണ്ടായത് മാർക്സിസ്റ്റ് പാർട്ടിയും റിയലൈസ് ചെയ്തു. കാരണം ഈ ഫിസിക്കൽ ഇതിലൂടെ RSSനെ ഇല്ലാതാക്കാൻ കഴിയില്ല. RSS ഈസ് ഹിയർ ടു സ്റ്റേ എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ പിന്നെ കൊന്നൊടുക്കുന്നതിൽ കാര്യമില്ല എന്ന് അവർക്ക് മനസ്സിലായി. ഒരു കാരണം കൂടി ഉണ്ടായത്, അന്ന് ഈ RSSനെതിരായിട്ടുള്ള ഈ അറ്റാക്ക് നടക്കുമ്പോൾ പല സ്ഥലങ്ങളിലും RSSനെ റെസിസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതിനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിയമപാലകരായിട്ടുള്ള ആളുകൾ തുല്യമായിട്ട് രണ്ടു കൂട്ടരെയും കാണുന്നതിന് പകരം RSSനോട് വേറൊരു രീതിയും, കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ സ്വാധീനമുള്ള പാർട്ടിയാണ്, ഭരിക്കുന്ന പാർട്ടിയാണ്, അല്ലെ ഭരണത്തിൽ പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയാണ്, അവരുടെ ആരെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു മാറ്റം വന്നു. ചില പോലീസ് ഓഫീസേഴ്സ്, കണ്ണൂരിൽ വന്ന ഓഫീസേഴ്സ് സ്ട്രിക്റ്റായിട്ട് മുഖം നോക്കാതെ നടപടിയെടുക്കാൻ തുടങ്ങി. ഒന്നാമത് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ അധികാരത്തിൽ വരികയും അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കേട്ടതാണ് ദാറ്റ് ഇഫ് യു കണ്ടിന്യൂ വിത്ത് ദിസ് കൈൻഡ് ഓഫ് ടാർഗറ്റഡ് കില്ലിങ്സ് ഓഫ് അവർ പീപ്പിൾ യു വിൽ ഹാവ് ടു ഫേസ് ദ കോൺസിക്വൻസസ് എന്നുള്ളൊരു സന്ദേശം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നു. അല്ല, അതുണ്ടായിട്ടുണ്ട്. അതിനേക്കാൾ കൂടുതൽ വേറൊരു കാര്യം കൂടി നടന്നത് അതിൻ്റെ ഇടയിൽ. ശ്രീ രാജ്നാഥ് സിംഗ് ജി പ്രസിഡൻ്റായിരുന്ന കാലത്ത് BJPയുടെ അദ്ദേഹം ഇനീഷ്യേറ്റീവ് എടുത്തുകൊണ്ട്, അന്ന് ഞാൻ സ്റ്റേറ്റ് പ്രസിഡൻ്റാണ്, കേരളത്തിലെ CPM വയലൻസിനെ പറ്റിയിട്ട് ഒരു നാഷണൽ ലെവൽ ഒരു ക്യാമ്പയിൻ നടന്നു. അപ്പം മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ വളരെ ലിബറൽ ഒരു പാർട്ടിയായിട്ടുള്ള ഒരു ഇമേജാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിരുന്നു, CPMന്. പക്ഷേ അതിനെ എക്സ്പോസ് ചെയ്യുന്ന രീതിയിൽ ഡൽഹിയിൽ, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്, ഡൽഹിയിൽ കണ്ണൂരിൽ അക്രമത്തിനിരയായി ഈവൻ അവരുടെ ശാരീരികമായിട്ട് അംഗഭംഗം വന്നിട്ടുള്ളവർ ഉൾപ്പെടെയുള്ള 10-40 ആൾക്കാരെ ഡൽഹിയിൽ അദ്ദേഹം ഇൻവൈറ്റ് ചെയ്തു. അവരുടെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചു, മീഡിയയെ ഇൻവൈറ്റ് ചെയ്തു, ഒരു വലിയ എക്സിബിഷൻ സംഘടിപ്പിച്ചു, ഈ കമ്മ്യൂണിസ്റ്റ് വയലൻസിൻ്റെ ചിത്രങ്ങൾ ഉൾപ്പെടെ. അങ്ങനെ വന്നപ്പോൾ നാഷണൽ മീഡിയ കേരളത്തിൽ നടക്കുന്ന ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കുറെ കൂടി ഇതായി. അങ്ങനെ വന്നപ്പോൾ CPM ഒരർത്ഥത്തിൽ പ്രതിരോധത്തിലായി. നമ്മുടെ ചീഫ് മിനിസ്റ്റർ പിണറായി വിജയനുമായിട്ട് ഒരു സന്ധി സംഭാഷണം ഒരാൾ മീഡിയേറ്റ് ചെയ്തു. ആ മീഡിയേഷനിൽ കൂടെ ഈ ഒരു ഫോർമലൈസ് ചെയ്തു, ഇനി മേലാൽ അവിടെ ആ പ്രശ്നം ഉണ്ടാവരുത്, അങ്ങനെ ഒരു സംഭവം. ഞാനതിൽ നേരിട്ട് ഇൻവോൾവ് ആയിരുന്നില്ല. ഓക്കെ. പക്ഷേ ഞാൻ കേട്ടിട്ടുള്ളത്, വയലൻസ് ഉണ്ടാകുമ്പോൾ രണ്ട് പാർട്ടികളുടെയും രണ്ട് ഓർഗനൈസേഷൻസിൻ്റെയും ആൾക്കാർ പരസ്പരം സംസാരിച്ച് ഫർദർ അത് എസ്കലേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എഫർട്ട് നടത്തുക. അങ്ങനെയുള്ളൊരു ചില ഇടയ്ക്ക് ചില ആൾക്കാർ ശ്രമം നടത്തി. ഇപ്പം നേരത്തെ കൃഷ്ണയ്യർ നടത്തിയെന്ന് ഞാൻ പറഞ്ഞ, പിന്നീട് അതിൻ്റെ പിന്നിൽ ആരൊക്കെയാണ് പ്രവർത്തിച്ചതെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ ഒരു ഞാൻ കേട്ടിട്ടുണ്ട്. ശ്രീ എം എന്ന് പറയുന്ന CMനെ കുറിച്ചും അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷേ ഞാൻ കാരണം ആ പീരീഡിൽ ഞാൻ ഡൽഹിയിലായിരുന്നു. ഓക്കെ. അതുകൊണ്ട് ഞാൻ അതിൽ ഇൻവോൾവ് ആയിരുന്നില്ല. അതുകൊണ്ട് CM സത്യത്തിൽ എന്താ ചെയ്തത്, അതിൽ ഇങ്ങനെ എന്താണ് അവർ തമ്മിലുണ്ടായ ഒരു സംഭാഷണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും എനിക്ക് ഇതായിട്ട് പറയാൻ പറ്റില്ല.
പക്ഷേ സമാധാനം ഉണ്ടാവണം എന്നുള്ള താല്പര്യം, ആ താല്പര്യം പല ധാരാളം ആൾക്കാരുടെ ഭാഗത്ത്, ഇപ്പോൾ സിനിമാ താരങ്ങൾ ശ്രമം നടത്തിയിട്ടുണ്ട്, അങ്ങനെ പല ആൾക്കാരും ശ്രമം നടത്തിയിട്ടുണ്ട്. പിന്നെ പഴയ കാലത്ത് ഒരു എപ്പിസോഡ് ചോദിക്കുകയാണെങ്കിൽ അങ്ങേ ശ്രീ ഇ കെ നായനാരുടെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതെ, ഇത് കഴിഞ്ഞതിന് ശേഷം ഡൽഹിയിൽ എന്തൊക്കെ സംഭവം ഉണ്ടായി? താങ്കളും അന്നത്തെ ചീഫ് മിനിസ്റ്ററും തമ്മിലൊരു ഡയറക്റ്റ് കോൺഫ്രണ്ടേഷൻ്റെ ഇല്ല. അതായത് തലശ്ശേരിയിൽ ഞാൻ ഡിഗ്രി കഴിഞ്ഞു, എനിക്ക് സർക്കാർ ജോലി കിട്ടി. ഡിഗ്രി കഴിഞ്ഞ ഉടനെ ഞാൻ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് പരീക്ഷയൊക്കെ എഴുതി, PSC എന്നെ സെലക്ട് ചെയ്തു. ഞാൻ ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ ലോവർ ഡിവിഷൻ ക്ലർക്കായിട്ട് എന്നെ അപ്പോയിൻ്റ് ചെയ്തു. ഞാൻ എൻ്റെ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ആ സംഘർഷത്തിൻ്റെ ഇടയിൽ ഒരു ദിവസം രാത്രി പോലീസ് വന്നിട്ട് എന്നെ അറസ്റ്റ് ചെയ്തു. എവിടെ വെച്ചിട്ടായിരുന്നു? വീട്ടിൽ. ഞാൻ രാത്രി വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്നു. ഒരു 2 മണിക്ക് എന്നെ വീട് വളഞ്ഞ് മുട്ടി വിളിച്ച് എന്നെ കസ്റ്റഡിയിലെടുക്കുകയാണ്. 307 കേസിൽ ഞാൻ അക്യൂസ്ഡ് ആണ്. കണ്ണൂരാണോ? തലശ്ശേരി. ഓക്കെ. സത്യത്തിൽ ഫ്രാങ്കായിട്ട് പറഞ്ഞാൽ എന്നെ വേറെ ഹറാസ്മെൻ്റ് ഒന്നും ഉണ്ടായില്ല, ഒരു തരത്തിലുള്ള ഫിസിക്കൽ ഇതുണ്ടായില്ല. അവർക്കും അറിയാം ഞാൻ നേരിട്ട് ഇൻവോൾവ് അല്ല എന്ന്. പക്ഷേ അവർ പറഞ്ഞു ഞങ്ങൾക്ക് മുകളിൽ നിന്ന് ഡയറക്ഷൻ ഉണ്ട്, ദാറ്റ് യു ഹാവ് ടു ബി മെയ്ഡ് പ്രതിയാക്കണം. What is the alleged offense? Attempt to murder. 307. അങ്ങനെ ഒരു സംഭവം. ആ സംഭവം നടന്നപ്പോൾ ഞാൻ ജയിലിലായിരുന്നു. അന്ന് ഞാൻ ABPയുടെ സ്റ്റേറ്റ് ജോയിൻറ്റ് സെക്രട്ടറി, എന്നെ എലക്ട് ചെയ്തു. ഞാൻ സർക്കാർ ജോലിയിൽ ജോയിൻ ചെയ്തതുകൊണ്ട് എഫക്റ്റീവ്ലി ഞാൻ ജോയിൻറ്റ് സെക്രട്ടറി അല്ല, പക്ഷേ എൻ്റെ പൊസിഷൻ ജോയിൻറ്റ് സെക്രട്ടറി എന്നുള്ളതാണ്. പുതിയ സമ്മേളനം നടക്കുമ്പോഴേ മാറുള്ളൂ. അപ്പോൾ കേരളത്തിൽ ABPയുടെ സ്റ്റേറ്റ് ജോയിൻറ്റ് സെക്രട്ടറിയെ നയനാരുടെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാർത്ത വന്നപ്പോൾ ഡൽഹിയിൽ നാഷണൽ ഇൻ്റഗ്രേഷൻ കൗൺസിലിൻ്റെ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ നയനാർ ഡൽഹി പോയി. അപ്പോൾ കേരള ഹൗസിൽ അന്നത്തെ ഡൽഹിയിലെ ABPയുടെ ലീഡേഴ്സ് ഒരു മെമ്മോറണ്ടം സബ്മിറ്റ് ചെയ്യാൻ പോയി. നയനാർ അവരോട് ഒരു പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കൊടുത്തില്ല. ഒന്നുകിൽ നയനാരുടെ സംസാര ശൈലി ഒരു കാഷ്വൽ ഇതാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ നയനാരെ ഘെരാവ് ചെയ്തു കേരള ഹൗസ്. അതൊരു ചരിത്രപരമായിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ആവുന്നത് എന്താണെന്ന് വെച്ചാൽ, ഘെരാവോ ഒരു നിയമാനുസൃത സമരമുറയാണ് എന്നാണ് മാർക്സിസ്റ്റ് പാർട്ടി അതുവരെ പറഞ്ഞിരുന്നത്. ഈ സംഭവത്തിന് ശേഷം അവർ ആ സ്റ്റാൻഡ് മാറ്റി. ഈ സംഭവങ്ങളോടുകൂടി മാർക്സിസ്റ്റ് പാർട്ടിക്ക് മനസ്സിലായി തുടങ്ങി കേരളത്തിൽ ചെയ്യുന്നതിന് റിപ്പർക്കഷൻ മറ്റ് സ്ഥലങ്ങളിലുണ്ടാവും. അപ്പോൾ അത് ഈവൻ അപ് ടു ദ ചീഫ് മിനിസ്റ്റർ ലെവൽ. അല്ലെ തന്നെ ഈ നയനാർ അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി ഒരു പ്രശ്നമല്ല, അങ്ങ് പോവുക, അത് അത്രേ ഉള്ളൂ. പോലീസിനെ പഴയ മർദ്ദക ഉപകരണമാക്കി അല്ലേ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം. ഓക്കെ, അങ്ങയുടെ ഈ ഓർഗനൈസേഷണൽ മികവാണ് ഞാൻ പലപ്പോഴും കുറച്ച് താങ്കളെ പറ്റി വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. യു ആർ ഏബിൾ ടു കൾട്ടിവേറ്റ് ദി പാർട്ടി ബേസ് ഇൻ കേരള and in a calibrated manner you could take it up to this level. And ഇപ്പം നമ്മൾ ഗോപകുമാർ സാറിൻ്റെ അടുത്ത്, സെഫോളജിസ്റ്റിൻ്റെ അടുത്ത് പറഞ്ഞപ്പം പറഞ്ഞു ഈ ബൈപോളാർ പൊളിറ്റിക്സ് നിന്ന് മാറി യു ആർ ഗെറ്റിംഗ് ഇൻ ടു ട്രയാങ്കുലേഷൻ. ഓക്കെ, പക്ഷേ ഞാൻ ഈ മിസ്റ്റർ രാജീവ് ചന്ദ്രശേഖരനോട് ഞാനിത് ചോദിച്ചാണ്, ഈ 2 ധ്രുവങ്ങളുടെ ഇടയ്ക്ക് ഒരു നല്ല ചങ്ക് മൈനോറിറ്റീസ് ഉണ്ട്, നിയർലി ഓൾമോസ്റ്റ് 50%. ഹൗ യു ഗോയിങ് ടു മേക്ക് എ ബ്രീച്ച് ഇൻ ടു ദിസ്? വാട്ട് ഈസ് യുവർ സ്ട്രാറ്റജി? കേരളത്തിൽ ഈ 2 മുന്നണികൾ വളരെ പവർഫുള്ളായിട്ടുള്ള 2 മുന്നണികളാണ്. അതോടൊപ്പം തന്നെ കേരളത്തിൽ മൈനോറിറ്റീസിൻ്റെ ഒരു വലിയൊരു ഏതാണ്ട് 46% മൈനോറിറ്റീസ് ഉണ്ട്. പക്ഷേ ആ മൈനോറിറ്റീസിൽ മൈനോറിറ്റിയെ ഇതിനെ മുഴുവൻ തന്നെ ഒറ്റ ബ്രാക്കറ്റിലാണ് എന്ന് എനിക്ക് അഭിപ്രായമില്ല. അതിൽ തന്നെ പല സെക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അക്രോസ് ദ വേൾഡ് ഈസ് ഫേസിങ് ദി ത്രെറ്റ് ഓഫ് മിലിറ്റൻറ്റ് ടെററിസം. ഇപ്പോൾ സിറിയ പോലെയുള്ള പ്രദേശങ്ങൾ, ഡമാസ്കസ്, ഒരു കാലത്ത് ക്രിസ്ത്യൻ കൾച്ചറിൻ്റെ ഹെറിറ്റേജിൻ്റെ ഹിസ്റ്ററിയുടെ വലിയൊരു ഇതുള്ള സ്ഥലമാണ്. പക്ഷേ ആ ഡമാസ്കസ് ഇന്നത്തെ സാഹചര്യം നമുക്ക് അങ്ങനെ ഒരു നാഗരികത ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കാൻ, ആ സിവിലൈസേഷൻ്റെ പ്രാക്ടിക്കലി റെമനൻസ് അവിടെ ഉണ്ട്. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതായിട്ടൊന്നുമില്ല. ഞാൻ ഡമാസ്കസിൽ പോയിരുന്നു. പക്ഷേ
അവിടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് സേഫായിട്ട് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇത് യൂറോപ്പിൻ്റെ എന്ന് പറഞ്ഞാൽ യൂറോപ്പിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്ന ഈ മിഡിൽ ഈസ്റ്റിൻ്റെ ആ ഇത് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷനാണ്. യഥാർത്ഥ സ്ട്രോബെറിയുടെ ഗുണഫലങ്ങളോട് കൂടി തയ്യാറാക്കുന്ന ഹാപ്പി സ്ട്രോബെറി ജാം. കോമ്പിനേഷൻ ഏതുമാവട്ടെ, നാവിൽ രുചിയുടെ പാരമ്യം അനുഭവിച്ചറിയുന്ന അനിർവചനീയ സ്വാദ്. സ്ട്രോബെറി, മാംഗോ, മിക്സ്ഡ് ഫ്രൂട്ട്, പൈനാപ്പിൾ എന്നീ രുചികളിൽ ഹാപ്പി ജാംസ്. ഹാപ്പി കീപ്സ് എവറിബഡി ഹാപ്പി. ഇന്ത്യയെ സംബന്ധിച്ച്, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതേ ഒരു ഭീതി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലുണ്ട്. ഈ കേരളത്തിൽ ടെററിസ്റ്റ് ആക്ടിവിറ്റീസിന് കിട്ടുന്ന ഒരു സോഫ്റ്റ് അപ്രോച്ച് ഫ്രം ബോത്ത് CPM ആൻഡ് കോൺഗ്രസ്. മുസ്ലിം ലീഗ് എല്ലാവരും അങ്ങനെയുള്ള ആൾക്കാരാണെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ മുസ്ലിം ലീഗ് ആസ് എ പൊളിറ്റിക്കൽ പാർട്ടി അവർക്ക് മിലിറ്റൻ്റായിട്ടുള്ള ഈ ടെററിസ്റ്റ് ആക്ടിവിറ്റീസിന് ഇനിഷ്യേറ്റീവ് കൊടുക്കുന്ന ആളുകളെ കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത ഒരു സിറ്റുവേഷനിലാണ്. മുസ്ലിം ലീഗിന് അതിനെ എതിർക്കാൻ പറ്റില്ല. കാരണം മിലിറ്റൻ്റ് ആയിട്ടുള്ള ടെററിസ്റ്റ് ആക്ടിവിറ്റീസും ബാക്കിയുള്ള ഇതുമായിട്ട് ISൻ്റെ ഇൻഫ്ലുവൻസ്, എക്സ്റ്റേണൽ ഫോഴ്സസിൻ്റെ ഇൻഫ്ലുവൻസ്, ആ ഇൻഫ്ലുവൻസിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഇന്ത്യയിൽ മുഴുവനുണ്ട്. കേരളത്തിൽ നാച്ചുറൽ, ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ലീഗ് ഇല്ലാത്തത് കൊണ്ട് അത് ആ തരത്തിൽ റിലവൻ്റ് അല്ല. കേരളത്തിൽ ലീഗിന് ഒരു പൊസിഷൻ എടുക്കേണ്ടി വരും. ലീഗ് വളരെ സമാധാനപരമായിട്ടുള്ള സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞാൽ മുസ്ലിം കമ്മ്യൂണിറ്റി മറ്റേവരുടെ കൂടെ പോകും. ലീഗ് കൂടെ ചേർന്ന് കഴിക്കാൻ അവർക്ക് പറ്റുകയും ചെയ്യില്ല. അപ്പോൾ ഇത് ബാലൻസ് ചെയ്യാനാണ് ഇപ്പോൾ ലീഗ് ശ്രമിക്കുന്നത്. അപ്പോൾ ലീഗിൽ ഒരു വിഭാഗം ആൾക്കാർ ഈ പറഞ്ഞ ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് നടത്തുന്ന ആളുകളുമായിട്ട് ഒരു റിലേഷൻ, ലീഗ് ഡോമിനേറ്റ് ചെയ്യുന്നു UDF വരുമ്പോൾ. അതൊരു വസ്തുതയാണ്. കാരണം 5ാം മന്ത്രി അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. കാരണം ഇന്ന് വരെ മിനിസ്ട്രി ഉണ്ടാക്കുന്നത് CM ആണ്. CMനെ എലക്ട് ചെയ്തു. പിന്നെ CMൻ്റെ പ്രൊറോഗേറ്റീവാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേര് മന്ത്രിമാരാവണം, ആരൊക്കെയായിരിക്കും മന്ത്രിമാരാവേണ്ടത്, ആർക്കൊക്കെ ഏതൊക്കെ വകുപ്പ് കൊടുക്കണം, ഇതൊക്കെ CMൻ്റെ പ്രൊറോഗേറ്റീവാണ്. പോട്ടെ, കേരളത്തിൽ പിന്നെ ഈ അലയൻസ് പൊളിറ്റിക്സ് ആയതുകൊണ്ട് ഇന്ന പാർട്ടിക്ക് ഇന്ന വകുപ്പുകൾ ഇതൊക്കെ മനസ്സിലാക്കാം. പക്ഷേ മുസ്ലിം ലീഗിന് 5 മന്ത്രി ഉണ്ടാവും, 5ാമത്തെ മന്ത്രി ഉൾപ്പെടെ ഉണ്ടാകും എന്ന് CM തീരുമാനിക്കുന്നതിന് മുമ്പേ ലീഗിൻ്റെ ലീഡർഷിപ്പ് പബ്ലിക്കായിട്ട് അനൗൺസ് ചെയ്യാണ്. ഇൻഫോർമലായിട്ട് സംസാരിക്കുന്നതൊക്കെ മനസ്സിലാക്കാം. പബ്ലിക്കായിട്ട് അനൗൺസ് ചെയ്യുന്നതിൻ്റെ കാരണം എന്താ? പബ്ലിക്കായിട്ട് അനൗൺസ് ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ വി വിൽ ഡിസൈഡ് എന്നുള്ള മെസ്സേജ്. പക്ഷേ ഞാൻ അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, അതുകൊണ്ട് കേരളത്തിൽ സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാകണമെങ്കിൽ, ആ സമാധാനപരമായ അന്തരീക്ഷം ഉണ്ടാകണമെങ്കിൽ ടെററിസത്തിനെതിരായിട്ടുള്ള ഒരു സ്റ്റാൻഡ് ഉണ്ടാകണം. ടെററിസത്തിനെതിരായിട്ട് CPMും കോൺഗ്രസും ഒരക്ഷരം വേണ്ടില്ല. BJP ഈസ് ദ ഓൺലി പാർട്ടി വിച്ച് വിൽ ഡു ദാറ്റ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് സുരക്ഷിത കേരളം. ഞങ്ങളുടെ ഇത്തവണത്തെ സ്ലോഗനിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വികസിത കേരളം, സുരക്ഷിത കേരളം, വിശ്വാസ സംരക്ഷണം, ഈ 3 പോയിൻറ്റ്സാണ് നമ്മൾ പറയുന്നത്. ആ സുരക്ഷിത കേരളം എല്ലാവർക്കും, ഈവൻ ഞാനതൊരു മുസ്ലിം കമ്മ്യൂണിറ്റിയെ മുഴുവൻ ഇതൊന്നും പറയുന്നില്ല. മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ധാരാളം ആളുകൾ അവിടെ നടക്കുന്ന ഇത്തരം കാര്യങ്ങളോട് വിയോജിപ്പുള്ള ആൾക്കാരുണ്ട്, വളരെ കൂടുതൽ ആൾക്കാരുണ്ട്. എനിക്ക് പേഴ്സണലായിട്ട് ധാരാളം ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ദേ ഹാവ് ടു ബിക്കം സൈലൻറ്റ്. അവർക്ക് അത് അവരുടെ കൗണ്ടർ ചെയ്യാൻ സാധിക്കില്ല. Okay, you are referring to the political situation here and the feeling of insecurity among sections of society in Kerala. അപ്പോൾ എനിക്ക് അതിൻ്റെ കൂടെ ചോദിക്കാനുള്ളത്, നോർത്ത് ഇന്ത്യയിലെ പല സ്ഥലത്തും ഈ കൗ വിജിലാൻറ്റീസ് അക്രമം അഴിച്ചുവിടുന്നു. ജയിലിൽ പോയിട്ട് തിരിച്ചു വരുന്നവരെ സെലിബ്രേറ്റ് ചെയ്ത് സ്വീകരിക്കുന്നു. ഇത് അങ്ങ് പറയുന്ന ഈ പ്രവർത്തനം സാധാരണ
ഈ മുസ്ലിംസ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് എന്തുമാത്രം അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്നുണ്ടാവും? അല്ല, ഇതിൽ ഒരു വ്യത്യാസമുണ്ട്. അതായത് അവിടെ ഒരു തരത്തിലുള്ള ഗവൺമെൻറ്റൽ സപ്പോർട്ടോ പാർട്ടിയുടെ ഐഡിയോളജിക്കൽ സപ്പോർട്ടോ ആസ് ആൻ ഓർഗനൈസേഷൻ നീദർ RSS nor BJP Okay. has supported. The attacks on Christian nuns. ഇതെല്ലാം ലോക്കലൈസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. ഇപ്പോൾ ക്രിസ്ത്യൻ നൺസിൻ്റെ സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഒരു സ്ഥലത്ത് പുറത്തു നിന്നൊരാൾ അവിടെ ചെല്ലുന്നു. അപ്പോൾ ആ സൊസൈറ്റിയെ സംബന്ധിച്ചോളം നമ്മൾ ഇന്നലെ വരെ കണ്ടിട്ടില്ലാത്ത ഒരാളാണ് പുതുതായിട്ട് വന്നിരിക്കുന്നത്. അവരവിടെ കുറേ ആൾക്കാരുമായിട്ട് അവർ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. ചില സർവീസ് ആക്ടിവിറ്റീസ് നടക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നു. അപ്പോൾ ക്രമേണ സർവീസ് ആക്ടിവിറ്റീസ് നടത്തുന്നതിൽ നിന്ന് കൺവെർഷനിലേക്ക് പോകുന്നു. അപ്പോൾ കൺവെർഷനിലേക്ക് പോകുമ്പോൾ അവിടുത്തെ ആ സൊസൈറ്റിയിലെ ഒരു ബാലൻസ് തെറ്റുകയാണ്. അപ്പോൾ അവിടുത്തെ ആൾക്കാർ കൺസേൺഡ് ആവുക. അപ്പോൾ ആ ആൾക്കാർ ഇൻഡിവിജ്വലായിട്ട് ഇയാളുമായിട്ടുള്ളൊരു ഇഷ്യൂ ആണിത്. അതൊരു ഓർഗനൈസേഷണൽ ഡിസിഷനോ ഒന്നുമല്ല. ഇപ്പോൾ അതിൽ തന്നെ ഈ ക്രിസ്ത്യൻ എന്ന് പറയുന്ന കംപ്ലീറ്റ് ക്രിസ്ത്യാനിറ്റിക്കെതിരായിട്ടുള്ള ഒരു അറ്റാക്ക് ഒന്നല്ലത്. Okay, this is a subject which we need to discuss later because this is a podcast limited time ആണല്ലോ. Okay, I have a connected question. പ്രൈം മിനിസ്റ്ററിൻ്റെ ഒരു ഭയങ്കര എല്ലാവരെയും ഹഠാത് ആകർഷിച്ചിട്ടുള്ള സ്ലോഗനാണ് സബ്കാ സാത്ത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ്. ബട്ട് 2014 ശേഷം യൂണിയൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൽ ദർ ഇസ് നോട്ട് വൺ മുസ്ലിം. യു വുഡ് സേ നമ്മളുടെ പോളിസി ഈസ് ലുക്ക് അറ്റ് മെറിറ്റ്, ഈസ് ടു ലുക്ക് അറ്റ് എഫിഷ്യൻസി, പബ്ലിക് സപ്പോർട്ട്, അല്ലാതെ ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് അല്ല ഞങ്ങൾ പ്ലേ ചെയ്യുന്നത് എന്ന് പറയും. ബട്ട് ഇൻ എ ഡെമോക്രാറ്റിക് സൊസൈറ്റി ഡ്യൂ റെപ്രസെൻറ്റേഷൻ എല്ലാ സെക്ഷൻസ് ഓഫ് സൊസൈറ്റിക്കും പവർ ഷെയറിങ്ങിൽ കിട്ടണ്ടേ? വാട്ട് ഇസ് യുവർ, എന്തുകൊണ്ടാണ് ഇത് ഇവരില്ല? ഒരു കാരണം ബി ജെ പിയാണ് ഭരണത്തിൽ വരുന്നത്. കറക്റ്റ്. ഇപ്പോൾ BJP-കാരായിട്ടുള്ള മുസ്ലിം ലീഡേഴ്സിനെ ഞങ്ങൾ കാൻഡിഡേറ്റ്സ് ആക്കുമ്പോൾ സൊസൈറ്റി അവരെ എലക്ട് ചെയ്യണം. അവരെ എലക്ട് ചെയ്യുന്നില്ല. സ്ട്രക്ചറൽ പ്രോബ്ലം അല്ലേ? അല്ലല്ല, സ്ട്രക്ചറൽ പ്രോബ്ലം അല്ല. യു ഡോണ്ട് ഗിവ് ദം ടിക്കറ്റ്സ്. നമ്മൾ ടിക്കറ്റ് കൊടുക്കുന്നു. ഓക്കെ, ടിക്കറ്റ് കിട്ടുന്ന ആൾക്കാരെ സൊസൈറ്റി എലക്ട് ചെയ്യണമല്ലോ. ഇപ്പോൾ നമ്മുടെ പ്രൊഫസർ അബ്ദുൽ സലാം നമ്മുടെ പഴയ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ, അദ്ദേഹം ഒരു പൊളിറ്റീഷ്യൻ ഒന്നല്ല. പക്ഷേ അദ്ദേഹത്തിനെ നമ്മൾ മലപ്പുറത്ത് മത്സരിപ്പിച്ചു, അബ്ദുള്ള കുട്ടിയെ മത്സരിപ്പിച്ചു കണ്ണൂരിൽ. ഇപ്പോൾ കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് അവരെ സപ്പോർട്ട് ചെയ്യാം എന്ന് തോന്നിയിരുന്നുവെങ്കിൽ കേരളത്തിൽ നിന്നൊരു മുസ്ലിം മന്ത്രി ഉണ്ടായേനെ. അപ്പോൾ BJP ടിക്കറ്റ് കൊടുക്കാത്തതല്ല, ടിക്കറ്റ് കൊടുക്കുന്ന ആളുകളെ ഇലക്ടറലി അവർക്ക് വിജയിക്കാൻ പറ്റുന്നില്ല. If you allow me to ask this last question, what's your plan for 2031? Because you are an organizational man more than a politician. That's why I'm asking this question. ഈ വർഷത്തെ ഇലക്ഷൻ റിസൾട്ടിനെ വലിയ തോതിൽ ആശ്രയിക്കും അത്. കാരണം ഈ തവണത്തെ ഇലക്ഷൻ റിസൾട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ വന്നു എന്നിരിക്കട്ടെ. ഡെഫിനറ്റ്ലി 2031 NDA will be in power. ഈ വർഷത്തെ അങ്ങയുടെ പ്രതീക്ഷ എങ്ങനെയാണ്? ഈ വർഷം എൻ്റെ ഒരു ഞങ്ങളുടെ ഒരു എഫർട്ട് NDAയുടെ ഒരു ഇമ്പാക്റ്റ് കേരളത്തിൻ്റെ പൊളിറ്റിക്സിലും ഗവേണൻസിലും ഉണ്ടാവുക എന്നുള്ളതാണ്. ആ ഇമ്പാക്റ്റ് ഒരു സൈസബിൾ നമ്പർ NDA ലെജിസ്ലേച്ചേഴ്സ് വരുന്നു. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഇത്തവണ നടക്കുകയാണെങ്കിൽ 2031 ഡെഫിനറ്റ്. അതല്ല ഉദ്ദേശിച്ചത് അത്രയും ഇത്തവണ വന്നില്ലെങ്കിലും 2031 വിൽ ബി ദി മീൻസ് ഈ തവണത്തോടു കൂടിയിട്ട് ഒരു വലിയ ചേഞ്ച് ഇത്തവണ വന്നിരിക്കുന്നത്. ഇത്രയും കാലം മീഡിയ ഞങ്ങളോടൊക്കെ സ്ഥിരം ചോദിച്ചിരുന്ന ചോദ്യം നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമോ എന്നാണ്.
ഇത്തവണ ആരും ആ ചോദ്യം ചോദിച്ചിട്ടേ ഇല്ല. ഇത്തവണ എല്ലാവരും ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സിംഗിൾ ഡിജിറ്റ് ആയിരിക്കുമോ ഡബിൾ ഡിജിറ്റ് ആയിരിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. 2031 ആകുമ്പോഴത്തേക്ക് സിറ്റുവേഷനിൽ വലിയ മാറ്റം വരും. Wish you all the best Thank you. in Karakuttam and also other plans. Let it all come to fruition. Thank you for being with us. Thank you. Till we meet, this is John Mary.